ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെല്ലാവരെയും കാണാൻ ഉദ്ദേശിച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, ആ ഉദാഹരണമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കാനുള്ള ശ്രീ രത്തൻ കേൽക്കറെ നിയമിക്കാനുള്ള തീരുമാനം. ബംഗാളിൽ BJP മുഖ്യമന്ത്രി അവിടുത്തെ മുൻ കമ്മീഷണറെ നിയമിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനുള്ള പ്രതിഫലമാണ് എന്നാണ്. രാഹുൽ ഗാന്ധിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിൽ മുൻ കമ്മീഷണറായിട്ടുള്ള ശ്രീ രത്തൻ കേൽക്കറെ നിയമിക്കാനെടുത്ത തീരുമാനം തെരഞ്ഞെടുപ്പ് തിരിമറി നടത്താൻ കോൺഗ്രസ്സിന് സഹായകരമായിട്ടുള്ള നിലപാടെടുത്തതിനാണോ? ശ്രീ VD സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു 100 സീറ്റ് UDFന് കിട്ടും. ഈ 100 സീറ്റ് കിട്ടും എന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആളുകൾ ഈ തരത്തിലുള്ള ഒരു സഹായം കോൺഗ്രസ്സിന് നൽകാൻ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ എണ്ണത്തിലടക്കം ഈ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുകാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചത് കൊണ്ടാണോ ഈ കാര്യത്തിലുള്ള ഒരു പ്രഖ്യാപനം, ഈ വനവാസം എന്നൊക്കെയുള്ള ഈ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതല്ല എങ്കിൽ രാഹുൽ ഗാന്ധി ബംഗാളിലെ മുഖ്യമന്ത്രിയോടും ബംഗാളിലെ ജനങ്ങളോടും മാപ്പ് പറയണം. ഇവിടെ പല വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും പ്രത്യുപകാരത്തിൻ്റെയൊക്കെ പേരിലാണ് പുതിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പല നിയമനങ്ങളും എന്നാണ് പലരും തിരുവനന്തപുരത്തെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. എന്തായാലും രത്തൻ കേൽക്കറുടെ നിയമനം സംശയാസ്പദമാണ്. ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ അതിന് കോൺഗ്രസ് ഇടുന്ന പേര് വോട്ട് ചോരി, EVM തിരിമറി. കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വളരെ കഴിവുറ്റ ഓഫീസർ. ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. BJP കോൺഗ്രസ്സുകാർ പറയുന്നത് കോൺഗ്രസ് മുക്ത കേരളം ഭാരതം ഉണ്ടാക്കുകയാണ് BJP ശ്രമിക്കുന്നതെന്നല്ലേ. അപ്പോൾ ഇത് രണ്ട് ആരോപണം ഒരുമിച്ച് നടക്കില്ലല്ലോ. അല്ല, ഇത് രാഹുൽ ഗാന്ധിയാണല്ലോ പറയേണ്ടത്. ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ബംഗാളിൽ നിയമിച്ചപ്പോൾ പറഞ്ഞത് അത് തിരിമറിയാണ്, BJPയെ സഹായിച്ചതിൻ്റെ പേരിലാണ്. അതേ ന്യായം കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ ആ ന്യായമൊന്നുമില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മികച്ച ഓഫീസർ ആയതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കിയത്. എങ്കിൽ ബംഗാളിലെയും അതേപോലത്തെ നിലപാടല്ലേ എടുക്കേണ്ടത്. രാഹുൽ ഗാന്ധിയാണ് മറുപടി പറയേണ്ടത്. കോൺഗ്രസിൻ്റെ അവസരവാദമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ SIRനെ എതിരായിട്ട് എന്തിനാണ് ഇവിടെ നേരത്തെ പ്രസ്താവന നടത്തിയത്? ആകെ ഒരു SIRൻ്റെ പേരിലാണോ? ഓക്കെ, സമയമാകുമ്പോൾ BJP തീരുമാനം എടുക്കും. ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾക്ക് ടെൻഷനില്ല. പിന്നെ നിങ്ങളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്?
അദ്ദേഹം സംസാരിച്ചല്ലോ. അദ്ദേഹം സംസാരിച്ചത് BJP വേണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങൾക്കാർക്കും ഒരു അസ്വസ്ഥതയില്ല അക്കാര്യത്തിൽ. ഓക്കെ, ഇപ്പോൾ ഒരു സംവിധാനം ഉണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോഴെന്താ സംഭവിക്കുക. ശരി.